السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയരായ ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകർ, ഏറ്റവും പ്രിയപ്പെട്ട വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ പ്രോഗ്രാമിന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള നമ്മുടെ ഈ ഒത്തുചേരൽ സൽക്കർമ്മമായി റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തെ ഏറ്റവും മഹത്തരമായ അത്ഭുതമായ വിശുദ്ധ ഖുർആൻ, ഹൃദയങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ആ മഹത്തായ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുന്നതിന് വേണ്ടി മാത്രം അല്പസമയം വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. ലോകത്ത് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾക്ക് പലപ്പോഴും കാലത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ അതിജീവിക്കാൻ സാധിച്ചിട്ടില്ല. ഭാഷയുടെ കാര്യത്തിൽ, ആശയങ്ങളുടെ കാര്യത്തിൽ എല്ലാം അങ്ങനെ. നമുക്കറിയാം, ഇംഗ്ലീഷ് ഭാഷ ലോകത്ത് ഏറെ പ്രചാരം നേടിയിട്ടുള്ള ഒരു ഭാഷ. ആ ഭാഷയിൽ 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിരുന്ന ഷേക്സ്പിയറുടെ കൃതികൾ പോലും അന്നത്തെ ഭാഷയിൽ ഇന്ന് വായിക്കാൻ പ്രയാസമാണ്. എന്നാൽ മുന്നോട്ടുള്ള കാലത്തിൽ ഭാഷയ്ക്കുണ്ടായ മാറ്റമാണ് ആധുനികമായ രീതിയിൽ അതിൻ്റെ പാരായണത്തെ എളുപ്പമാക്കി തീർത്തത്. നമ്മൾ കൈകാര്യം ചെയ്യുന്ന മലയാള ഭാഷ പോലും നമുക്കറിയാം, ഒരു 100 കൊല്ലം മുമ്പുള്ള നമ്മുടെ വല്യുപ്പയുടെ കാലത്തുള്ള വീട്ടിലെ ആധാരങ്ങൾ, അടിയാധാരങ്ങൾ എടുത്തു വായിക്കാൻ ശ്രമിച്ച പലപ്പോഴും അതിൻ്റെ ഭാഷ ഇന്നത്തെ തലമുറക്ക് മനസ്സിലാകാത്തതാണ്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകം ഇന്ന് കാണുന്ന പുരോഗതിയും അഭിവൃദ്ധിയൊക്കെ നേടുന്നതിൻ്റെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഒരു ഭാഷ, ഒരു ഗ്രന്ഥം, അതിലെ ഭാഷ എന്നും നൂതനമായിരിക്കുന്നു എന്നത് മഹത്തായ ഒരത്ഭുതമാണ്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഉന്നയിക്കപ്പെടാറുള്ള ആരോപണങ്ങളിലൊന്ന്, ആ ഗ്രന്ഥം ലോകത്തിൻ്റെ ഗ്രന്ഥമാണെങ്കിൽ എന്തുകൊണ്ട് അത് അറബിയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നാണ്. അതിൻ്റെ കാരണം, 2 കാരണങ്ങൾ ഖുർആനിലൂടെ തന്നെ അള്ളാഹു മറുപടി പറയുന്നുണ്ട്. ഒന്ന്, ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി എന്നാണ്. ഖുർആനൻ അറബിയൻ, അറബിയിലുള്ള ഖുർആൻ നൽകിയത് ചിന്തയ്ക്ക് വേണ്ടി എന്നതാണ്. കാരണം ഒരു വാക്കുകൊണ്ട് തന്നെ നിരവധി വരുന്ന പര്യായ പദങ്ങൾ, ആ വാക്കിന് നിലനിൽക്കുന്ന ഏറ്റവും കൂടുതൽ പര്യായ പദങ്ങളുള്ള ഒരു ഭാഷയായ അറബി ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നതും തന്നെയാണ് ഭാഷാപരമായ അതിൻ്റെ നവ്യത, അതിൻ്റെ പുതുമ നിലനിർത്തി വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നതിൻ്റെ പ്രധാനമായ കാരണങ്ങളിലൊന്ന്. 2, അള്ളാഹു ഖുർആനിലൂടെ പറയുന്നത്, അറബി അല്ലാത്തൊരു ഭാഷയിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ അവർക്ക് ചോദിക്കാമായിരുന്നു, പ്രവാചകൻ അറബിയും ഗ്രന്ഥം അനറബിയും, ഇതെന്തൊരു വൈരുദ്ധ്യമാണ് എന്ന്. അതിനും അവസരം നൽകാത്ത വിധം പ്രവാചകൻ്റെ ഭാഷയിലൂടെ ആ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചു എന്നതാണ്. എന്താണ് ആ വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? അള്ളാഹു ഖുർആനിലൂടെ തന്നെ അതെടുത്തു പറയുന്നത്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും നേരായതിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത്. മനുഷ്യൻ്റെ മുമ്പിൽ ഏത് കാര്യത്തിലും വ്യത്യസ്തങ്ങളായ വഴികളുണ്ട്. സ്വത്ത് സമ്പാദിക്കണമോ, ഒരുപാട് വഴികളുണ്ട്. ആ വഴികളിൽ ഒന്ന് ശരിയുടേതാണ്, മറ്റ് തെറ്റേതിൻ്റെതാണ്. അപ്പോൾ സമ്പാദ്യത്തിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗം ഏത് എന്ന് മനുഷ്യന് തിരിച്ചറിയാൻ സാധിക്കണം. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഒരുപാട് വിശ്വാസ പ്രമാണങ്ങൾ ലോകത്തുണ്ട്, ദൈവവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പോലും. പക്ഷെ ഏറ്റവും ശരിയായത് ഏതാണ്, ഏറ്റവും സത്യമായിട്ടുള്ളത് ഏതാണ്, അത് തിരിച്ചറിയാൻ ഖുർആനാണ് മനുഷ്യനെ സഹായിക്കുന്നത്.
കുടുംബ ലൈംഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ലോകത്തിൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ സെക്സ് അതെങ്ങനെയാകണം, അത് ഏത് വിധത്തിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, മനുഷ്യൻ്റെ ലൈംഗികതയും കുടുംബജീവിതം എങ്ങനെയാകണം, അതിലെ ഏറ്റവും അഖവം, ഏറ്റവും ചൊവ്വായ പാത ഏതാണ്? കച്ചവടത്തിൻ്റെ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ രീതികളുണ്ട്. പക്ഷേ ഏതാണ് തിജാറത്തുൻ അൻ തറാവ്? വളരെ കൃത്യമായി ഒരൊറ്റ വാക്കിലൂടെ വിശുദ്ധ ഖുർആൻ അതിനെ വ്യാഖ്യാനിച്ചു. പരസ്പര സംതൃപ്തി ഉണ്ടാകുന്ന, വിൽക്കുന്നവരും വാങ്ങുന്നവരും സംതൃപ്തി ഉണ്ടാകുന്ന കച്ചവട വ്യവസ്ഥ. ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അഖവമായ ഏറ്റവും ചൊവ്വായ ഒരു മാർഗത്തിലേക്ക് ഈ ഖുർആൻ നിങ്ങളെ നയിക്കുന്നു. മാത്രമല്ല വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്ത മനുഷ്യനെ അറിയിക്കുകയും ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, മനുഷ്യൻ അറിവ് നേടുക. ആ അറിവാണ് മനുഷ്യൻ്റെ അകക്കണ്ണ് തുറപ്പിക്കുന്നത്. ആ അറിവ് നേടിയിട്ട് ജീവിതം അങ്ങനെ മൃഗങ്ങളെപ്പോലെ മുന്നോട്ട് നീങ്ങാനുള്ളതാണോ? അല്ല. മറിച്ച് നേടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. വിശ്വാസകാര്യങ്ങളിൽ, കർമാനുഷ്ഠാനങ്ങളിൽ, കുടുംബജീവിതത്തിൽ, തൊഴിൽ മേഖലകളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ, അയൽപക്ക ബന്ധങ്ങളിൽ, സൗഹൃദ ബന്ധങ്ങളിൽ, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അറിഞ്ഞ പഠിച്ച കാര്യങ്ങളെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. ഒപ്പം അല്ലാഹു പറഞ്ഞു വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി അഅ്തദ്നാ ലഹും അദാബൻ അലീമാ. മരണാനന്തരമുള്ള ലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന താക്കീതിനു വേണ്ടിയാണ് ഈ ഗ്രന്ഥം അവതരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനമായ താല്പര്യം എന്താണ്? നിങ്ങളെ യഥാർത്ഥമായ അഖവമായ വഴി കാണിക്കലാണ്. ഇതേ വിഷയം തന്നെ മറ്റൊരു വചനത്തിലൂടെ അള്ളാഹു ഉണർത്തുന്നത് നമുക്ക് ഇപ്രകാരത്തിൽ കാണാം. കിതാബ് സൂറത്ത് ഇബ്രാഹിമിൽ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. കിതാബുൻ അൻസൽനാഹു ഇലൈക, താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം. എന്തിനു വേണ്ടി? ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യരെ നയിക്കാൻ. അവിടെ ദുലുമാത്ത് എന്ന ബഹുവചനമാണ് ഉപയോഗിച്ചത്. ഇരുട്ടുകൾ ഒരുപാടുണ്ട്. എന്നാൽ നൂർ എന്നത് ഏകവചനമാണ് ഉപയോഗിച്ചത്. ലോകത്ത് നിലനിൽക്കുന്ന ഒരുപാട് ദുലുമാത്തുകളിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന് യഥാർത്ഥ നൂറായ തൗഹീദിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാകുന്നു ഖുർആൻ. അതുകൊണ്ട് ഈ മഹത്തായ ഗ്രന്ഥം മഹാനായ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം എന്തിനു വേണ്ടിയുള്ളതാണ്? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞിട്ടല്ല പറയുന്നത് ഹുദൽ ലിൽ മുത്തഖീൻ. സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കുന്ന ആളുകൾക്കുള്ള മാർഗദർശനമാണ് ഈ ഗ്രന്ഥം. ഹുദയാണ് മനുഷ്യൻ ആവശ്യം. ജീവിതത്തിൽ താൻ സഞ്ചരിക്കാനുള്ള വഴി ഏതാണ് എന്ന് തിരിച്ചറിയലാണ്. ആ ഹുദ ഒന്നു മാത്രമാണ്. അത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്തുക സാധ്യമല്ല. കാരണം ഒരാൾ ചിന്തിച്ചിട്ട് കണ്ടെത്തി ശരിയെന്ന് തോന്നിയത് ഒരു കാര്യം മറ്റൊരാൾക്ക് അത് തെറ്റായി അനുഭവപ്പെടും. അല്ലെങ്കിൽ ഇന്നലെ ശരിയാണ് എന്ന് തോന്നിയിരുന്നൊരു കാര്യം ഇന്ന് തെറ്റാണ് എന്ന് തിരിച്ചറിയേണ്ടി വരും. അപ്പോൾ അന്ത്യനാൾ വരെ എല്ലാ വിഷയങ്ങളിലും ഏറ്റവും ശരി ഏതാണ്, തെറ്റ് ഏതാണ് എന്ന് മനുഷ്യരെ പഠിപ്പിക്കാൻ മനുഷ്യനെ സൃഷ്ടിച്ചൊരു റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ സംസാരിക്കുന്ന ഈ ലൗഡ് സ്പീക്കർ, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുക ആർക്കാണ്? അത് നിർമ്മിച്ച കമ്പനിക്കാണ്. അതുകൊണ്ട് ഈ ലൗഡ് സ്പീക്കർ വാങ്ങുമ്പോൾ ഒരു കാറ്റലോഗ്, ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ കിട്ടും. ഇതിൻ്റെ കമ്പനിക്കാണ് അത് തയ്യാറാക്കാൻ സാധ്യമായി തീരുക. ഏത് യന്ത്രവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ അടുക്കളയിൽ കറങ്ങുന്ന മിക്സിയും ഗ്രൈൻഡറും റെഫ്രിജറേറ്ററും എല്ലാം അതിൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഒരു പ്രവർത്തന തത്വം വിശദീകരിക്കുന്ന കുറിപ്പ് കൂടെ ലഭിക്കും. ഇങ്ങനെ ലോകത്തെ എല്ലാ യന്ത്രങ്ങൾക്കും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയാവുക അത് നിർമ്മിച്ച കമ്പനിക്കാണെങ്കിൽ മനുഷ്യനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുക ആർക്കാണ്?
മനുഷ്യന്റെ ജീവിതത്തിലേക്കുള്ള മാർഗദർശനം നൽകാൻ സാധിക്കുക ആർക്കാണ്? അത് തീർച്ചയായും മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിനാണ്. അതുകൊണ്ടാണ് ഹുദല്ലിൽ മുത്തഖീൻ. ആ റബ്ബിനെ അറിഞ്ഞ് നല്ലവനായി നല്ലവളായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ആ വഴി കാണിക്കുന്നതാണ് ഈ വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നല്ല ഉറയിൽ പൊതിഞ്ഞ് തട്ടിൻ പുറത്ത് ഭദ്രമായി വെക്കാനുള്ളതല്ല. ഞങ്ങൾ മുസ്ലിങ്ങൾ, ഞങ്ങളുടെ കയ്യിൽ ഒരു ഗ്രന്ഥമുണ്ട്, ഇത് ലോകത്തെ വലിയൊരു അത്ഭുതമാണ് എന്ന് അന്യമതസ്ഥരുടെ മുമ്പിൽ അഭിമാനം നടിക്കാൻ മാത്രമുള്ളതല്ല. മറിച്ച് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ രക്ഷയ്ക്ക് വേണ്ടി, പരലോക മോക്ഷത്തിനു വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. അള്ളാഹുവിൻ്റെ കലാമാണ്. ആ ഒരു ദൃഷ്ടാന്തമായി ലോകത്ത് പടച്ചതമ്പുരാൻ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു, റബ്ബേ അരിനി കൈഫ തുഹ്യിൽ മൗത, എനിക്ക് നീ ഒന്ന് കാണിച്ചതാ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക. അള്ളാഹ് ചോദിച്ചു, അവന് തുക്മീൻ, താങ്കൾക്ക് വിശ്വാസം വരുന്നില്ലേ? ബല, അതെ ഉണ്ട്, പക്ഷേ എനിക്കതൊന്ന് വ്യക്തമാക്കിത്ത. അള്ളാഹ് പറഞ്ഞു, 4 പക്ഷികളെ പിടിക്കുക, എന്നിട്ട് താങ്കളിലേക്ക് ചേർത്ത് പിടിക്കുക, അതിനെ കഷ്ണങ്ങളായി ഛേദിച്ച കാണുന്ന മലയുടെ മുകളിൽ കൊണ്ടുപോയി വെക്കുക, മാടി വിളിക്കുക, അവ താങ്കളിലേക്ക് പറന്നു വരും. ഇബ്രാഹിം അലൈഹിസ്സലാം പക്ഷികളെ ഛേദിച്ചു, കഷ്ണങ്ങളാക്കി മലയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. അകലെ നിന്ന് മാടി വിളിച്ചപ്പോൾ അവ പൂർവ്വരൂപത്തിൽ തിരിച്ചു വന്നു. ഒരു മുഅ്ജിസത്ത് അള്ളാഹ് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. എങ്ങനെ അള്ളാഹുവിന് ഈ കാര്യങ്ങൾ സാധിക്കും, മരണാനന്തരം എങ്ങനെ ജീവിപ്പിക്കാൻ കഴിയും എന്നുള്ളത്. മഹാനായ മൂസാ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഒരു ദൃഷ്ടാന്തത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു. ഫിർഔന്റെ അടുക്കലേക്ക് ചെല്ലാനും ഫിർഔനെ സത്യദീനിലേക്ക് ക്ഷണിക്കാനും അള്ളാഹു കൽപ്പിച്ചപ്പോൾ, പ്രവാചകനായി തിരഞ്ഞെടുത്തപ്പോൾ മൂസാ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, എനിക്കൊരു ദൃഷ്ടാന്തം വേണം. അള്ളാഹ് പറഞ്ഞു, ഫഅൽഖി അസ്വാക ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, താങ്കളുടെ കയ്യിലുള്ള വടി താഴെയിടുക, അത് ഇഴയുന്ന സർപ്പമായി തീരും. അള്ളാഹു നൽകിയ മുഅ്ജിസത്ത്. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു, എനിക്കൊരു ദൃഷ്ടാന്തം വേണം. അള്ളാഹ് കൽപ്പിച്ചു, മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യനോട് എഴുന്നേൽക്കാൻ കൽപ്പിക്കുക, എൻ്റെ അനുമതി പ്രകാരം താങ്കൾക്കത് സാധിക്കും. അള്ളാഹു നൽകിയ മുഅ്ജിസത്ത്. മൂസാ അലൈഹിസ്സലാമിൻ്റെ ഈ വടി ഇന്ന് നമ്മുടെ മുമ്പിലില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ജീവൻ നൽകിയ പക്ഷികൾ നമ്മുടെ മുമ്പിലില്ല. ഈസാ അലൈഹിസ്സലാം ജീവൻ നൽകിയ മനുഷ്യൻ നമ്മുടെ മുമ്പിലില്ല. എന്നാൽ ഈ മുഅ്ജിസത്തുകളെ എല്ലാം വെല്ലുന്ന, എല്ലാത്തിനേക്കാളും വലിയ, ഏറ്റവും വലിയ മുഅ്ജിസത്ത് അതാണ് വിശുദ്ധ ഖുർആൻ. അത് നമ്മുടെ മുമ്പിലുണ്ട്. ആ റബ്ബിനെ അറിയാൻ, പരലോകത്തെ അറിയാൻ, ജീവിതത്തിൽ വെളിച്ചം ലഭിക്കാൻ. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. എന്താണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, താങ്കളിലേക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീതമായ ഗ്രന്ഥമാണിത്. എന്തിനു വേണ്ടി? ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാൻ, ബുദ്ധിപൂർവം ആലോചന നടത്താൻ. എന്നിട്ട് വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. റബ്ബേ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, നീ പരിശുദ്ധനാണ്, അതുകൊണ്ട് നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. വിശുദ്ധ ഖുർആൻ നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാകേണ്ടുന്ന ഗ്രന്ഥമാണ്. 2-ാമത്തെ അധ്യായം സൂറത്തു ബഖറയിലെ 164-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ വൽ ഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ വതസ്രീഫിൽ റിയാഹി വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർദ് ലആയാതിൽ ലിഖൗമി യഅഖിലൂൻ. 7ഓളം വരുന്ന ദൃഷ്ടാന്തങ്ങൾ മുന്നിൽ വെച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ. ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. ആയത്തിൻ്റെ അവസാനം പറയാം, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ഏറ്റവും ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. അനന്തമജ്ഞാതമവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം
അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു എന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഒരു മലയാള കവി എഴുതിയിട്ടുണ്ട്. മലർന്നു കിടന്ന മേലോട്ട് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങൾ, വിശാലമായ പ്രപഞ്ചം, ഈ ലോകം. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു തത്വം? 23.5 ഡിഗ്രി ചരിഞ്ഞുള്ള ഒരു അച്ചുതണ്ടിൽ കറങ്ങുന്ന 365 km/s വേഗതയിൽ സ്വയം സൂര്യന് ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ പ്രതലത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ചലനത്തെക്കുറിച്ച് അറിയുന്നുണ്ടോ? അള്ളാഹു സൃഷ്ടിച്ച സംവിധാനം. ചില ആളുകൾ ആകാശഭൂമികളുടെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു 7 ആകാശങ്ങളെ ഒന്നിനു മേലെ മറ്റൊന്നായി അടുക്കുകളായി 7 ആകാശത്തെ പണിതു എന്ന ഖുർആനിലെ വചനത്തെ മുന്നിൽ വെച്ച് പരിഹസിക്കാറുണ്ട്. 7 ആകാശം, ഭൂമിക്ക് മുകളിലുള്ളതൊക്കെ ആകാശമാണ്, പിന്നെ എവിടെയാണ് ഈ 7 ആകാശം? പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ ഇന്ന് ആകാശഗോളവുമായി മനസ്സിലാക്കാൻ സാധിച്ചത് എത്ര പരിമിതമാണ്. പ്രകാശത്തിൻ്റെ പ്രവേഗം 3 ലക്ഷം km/s ആണ്. അതായത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ പ്രകാശം സഞ്ചരിക്കും. അങ്ങനെ ഒരു മിനിറ്റിൽ ഗുണിക്കണം 3 ലക്ഷം ഗുണിക്കണം 60. ഒരു മണിക്കൂറിൽ അത് ഗുണിക്കണം 60. ഒരു ദിവസം ആ സംഖ്യ ഗുണിക്കണം 24. ഒരു കൊല്ലത്തിൽ ആ സംഖ്യ ഗുണിക്കണം 365. അങ്ങനെ ഒരു കൊല്ലത്തിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ഒരു പ്രകാശ വർഷം എന്ന് പറയാം. 1800 കോടി പ്രകാശവർഷം അകലെ വരെ മാത്രമേ ഭൂമിയിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനീ പറഞ്ഞ സംഖ്യ 1800 കോടി കൊണ്ട് ഗുണിച്ചാൽ 94 ശേഷം 11 കിട്ടുന്ന സംഖ്യ കിട്ടും. അത്ര കിലോമീറ്റർ ദൂരം വരെ മാത്രമേ ഭൂമിയിൽ നിന്ന് കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്ത് എന്താണെന്ന് അറിയില്ല. എന്ന് പറഞ്ഞാൽ 1-ാം ആകാശം എന്ന് പറയുന്നത് തന്നെ എവിടം വരെ എന്ന് മനുഷ്യന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ മനുഷ്യൻ ആ ഭൂമിയിൽ നിന്നിട്ട് അള്ളാഹു ഖുർആനിലൂടെ 7 ആകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നതിനെ പരിഹസിക്കുന്നത്. എത്ര ദുർബലനാണ് മനുഷ്യൻ! ആകാശങ്ങളുടെ സൃഷ്ടിപ്പ് ഒരു മേൽക്കൂരയായി ഔത്താദ് ഈ ഭൂമിയിൽ പർവ്വതങ്ങളെ നാട്ടിയതിന് കുറ്റി എന്ന പ്രയോഗമാണ് അന്ന് നടത്തിയത്. പശുക്കളെ ആടുകളെയൊക്കെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറ്റിയുണ്ട്, ആണി. അതിനൊക്കെ പ്രത്യേകത, താഴോട്ട് എത്ര ആഴത്തിൽ അടിക്കുന്നുവോ അത്ര ഉറപ്പുണ്ടാവും. പർവ്വതങ്ങളെക്കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു ഉപയോഗിച്ചത് ഔത്താദ് എന്ന പ്രയോഗമാണ്. അതുപോലെ മനുഷ്യന് വേണ്ടി ആകാശത്തെ ഒരു മഹ്ഫൂദായ സുരക്ഷിതമായ ഒരു മേൽക്കൂരയാക്കി പണിതു എന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. അതുപോലെ തന്നെ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി സംഭവിക്കുന്നതിൽ ഭൂമിയുടെ ചരിവിനതിൽ പങ്കുണ്ട്. സൂര്യനുമായുള്ള അതിൻ്റെ പരിക്രമണത്തിനിടയിലുള്ള ആ ചരിവ് രാവിൻ്റെയും പകലിൻ്റെയും ഗതിയും കാലവും നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് നിർവഹിക്കുന്നതാണ്. ഈ രാപ്പകലുകളുടെ മാറ്റം എന്താ? പ്രകാശം. പ്രകാശത്തെക്കുറിച്ച് ശാസ്ത്രം വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ 2 സിദ്ധാന്തങ്ങളുണ്ടായി. ഒന്ന്, പ്രകാശം കണിക രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്. മറ്റൊന്ന്, പ്രകാശം തരംഗ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയും. ഈ 2 രൂപത്തിലാണെന്ന് വ്യാഖ്യാനിച്ച് 2ഉം ശരിയാണെന്നേ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ചില സ്വഭാവങ്ങൾ വിശദീകരിക്കണമെങ്കിൽ പ്രകാശത്തിന് തരംഗ രൂപമാണെന്ന് പറയണം. പ്രകാശത്തിൻ്റെ ചില സ്വഭാവങ്ങൾ വിശദീകരിക്കണമെങ്കിൽ അതിന് കണിക രൂപമാണെന്ന് പറയണം. പക്ഷേ ചുരുക്കി പറയാം, പ്രകാശം എന്ത് എന്ന് പോലും വ്യാഖ്യാനിക്കാൻ മനുഷ്യന് സാധിച്ചിട്ടില്ല. വെളിച്ചം ഒരു അത്ഭുതമാണ്. ആ അത്ഭുതം സൃഷ്ടിച്ചവൻ രക്ഷിതാവാണ്. അതുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. അതുപോലെ കടലിലൂടെ ജനങ്ങൾക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി സഞ്ചരിക്കുന്ന കപ്പൽ, ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട കപ്പൽ. ആർക്കിമിഡീസ് പ്ലവന തത്വം കണ്ടെത്തുന്നതിന് മുമ്പും കപ്പൽ സഞ്ചരിക്കുന്നുണ്ട്. ഈ ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കുന്ന കപ്പൽ ഭാരമുള്ള വസ്തുക്കളുമായി, നമുക്കറിയാം ഇന്ന് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ 100 കണക്കിന് വരുന്ന വിമാനങ്ങളെ വഹിച്ചുകൊണ്ടുള്ള കൂറ്റൻ കപ്പലുകൾ സമുദ്രത്തിലൂടെ സഞ്ചരിക്കാണ്, താഴ്ന്നു പോകാതെ. ജനങ്ങൾക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിമ്മാ, വാനലോകത്ത് നിന്ന് വർഷിക്കപ്പെടുന്ന മഴത്തുള്ളിയിൽ വെള്ളം ഏറ്റവും ചിന്തനീയമായൊരു വസ്തുവാണ്.
സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2H2 + O2 will give 2H2O. 2 വ്യാപ്തം ഹൈഡ്രജനും 1 വ്യാപ്തം ഓക്സിജനും ചേർന്നാൽ 2 വ്യാപ്തം വെള്ളമുണ്ടാകും. അവിടെ ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്, ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. കൂടിച്ചേരുമ്പോൾ പക്ഷെ ഉണ്ടാകുന്നത് തീയെ കെടുത്തുന്ന സ്വഭാവമുള്ള വെള്ളമാണ്. അല്ലാഹു ഖുർആൻ സൂറത്ത് വാഖിയയിലൂടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? മേഘപാളികളിൽ നിന്ന് ഈ വെള്ളം നിങ്ങൾക്ക് ഇറങ്ങിത്തന്നത് ആരാണ്? നിങ്ങളാണോ നാമാണോ? അത്ഭുതമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽപ്പെട്ട വെള്ളം. ഏതൊരു വസ്തുവും തിരിച്ചറിയണമെങ്കിൽ ഒന്ന് നിറം ഉണ്ടാകണം. നിറത്തിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. നിറമില്ലാത്ത ദ്രാവകമാണ് വെള്ളം. പക്ഷെ നിറമില്ലെങ്കിലും വെള്ളത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. തിരിച്ചറിയാൻ സാധിക്കുന്ന രണ്ടാമത്തെ ഒന്നാണ് രുചി. വെള്ളത്തിന് പ്രത്യേക രുചിയില്ല, പക്ഷേ വെള്ളത്തോളം രുചിയുള്ള മറ്റൊന്നുമില്ല. വെള്ളം അത്ഭുതമാണ്, ചിന്തനീയമാണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തത്തിൻ്റെ 95% വെള്ളമാണ്, മൂത്രത്തിൻ്റെ 99% വെള്ളമാണ്. ശരീരത്തിൽ വെള്ളമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന അസ്ഥിയിൽ പോലും 16% വെള്ളമാണ്. കോശദ്രവ്യത്തിൻ്റെ ഗണ്യമായ ഭാഗം വെള്ളമാണ്. ഭൂമിക്കപ്പുറത്തുള്ള ഗോളങ്ങളിൽ ജീവന്റെ സാന്നിധ്യമുണ്ടോ എന്ന് പരീക്ഷിക്കുന്നത് അവിടെ വെള്ളത്തിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. വെള്ളം ചിന്തിക്കാൻ അല്ലാഹു ആവശ്യപ്പെടുകയാണ്. ഇതങ്ങ് വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്കത് നൽകുക എന്നാണ് സൂറത്ത് മുൽക്കിൻ്റെ അവസാന ഭാഗത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നത്. വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിമാ വഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ. ആ വെള്ളം ഭൂമിയിൽ പതിച്ചാൽ ചേതനയറ്റ് കിടക്കുന്ന ഭൂമി സജീവമായി തീരുന്നു. വരണ്ടുണങ്ങിയ ഭൂമിയിൽ നിന്ന് പുതുനാമ്പുകൾ, പച്ചിലകൾ മുളച്ചു പൊന്തി മേലോട്ട് വരും. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. മരണാനന്തരത്തെ നിഷേധിക്കുന്ന ആളുകളുടെ മുമ്പിലും ഈ ദൃഷ്ടാന്തം അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വകദാലിക തുഖ്റജൂനാണ്. അതായത് ഉണങ്ങിയ ഭൂമിയിൽ വെള്ളം പതിച്ചാൽ അവിടെ നിന്ന് ചെടികൾ മുളച്ചു പൊന്തുന്ന പോലെ നിങ്ങൾ ദ്രവിച്ച് മണ്ണോട് ചേർന്ന ശേഷവും ആ മണ്ണിൽ നിന്ന് അള്ളാഹു നിങ്ങളെ പുനർജനിപ്പിക്കും എന്ന് ചെടി മുളപ്പിക്കുന്ന ദൃഷ്ടാന്തത്തെ മുന്നിൽ വെച്ചാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അവിടെ വേറെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളെ കയ്യിലുള്ള പേന പിടിവിട്ടാൽ താഴെ വീഴും. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ കൈയുടെ പിടുത്തം വിട്ടാൽ താഴെ വീഴും. കാരണം ഭൂമി ഏതൊരു വസ്തുവിനെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. 9.8 ജൂൾസ്, അത്രയും വലിയ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പക്ഷേ ചെടി മുളച്ച് പൊന്തുന്നത് മേലോട്ടാണ്, വളരുന്നത് മേലോട്ടാണ്. എങ്ങനെ അതിന് സാധിക്കുന്നു? ഇത്രയും വലിയ ഒരു ശക്തിയെ. അതേപോലെ തന്നെ നമുക്കറിയാം, ഞങ്ങളുടെ വീട്ടിൽ ടാങ്കിലേക്ക് വെള്ളമടിക്കണമെങ്കിൽ എത്ര HP മോട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ 10 മീറ്റർ 20 മീറ്റർ ഉയരമുള്ള വലിയ മരത്തിൻ്റെ മുകളിലേക്ക് വെള്ളം എത്തുന്നുണ്ട്. അതിൻ്റെ വേരിൽ നിന്ന്, മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന വെള്ളം. ഭൂഗുരുത്വാകർഷണ ബലത്തെ അതിജയിച്ച് ഈ വെള്ളം എങ്ങനെ മേലോട്ട് സഞ്ചരിക്കുന്നു? ഗുരുത്വാകർഷണ ബലത്തെ അതിജയിച്ച് ചെടി എങ്ങനെ മേലോട്ട് വളരുന്നത്? അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നിടത്ത് ചിന്തിക്കാൻ വേണ്ടി ആ കാര്യം പോലും റബ്ബ് പറയാതെ പോയിട്ടില്ല. സൂറത്തു അൻആം 95-ാമത്തെ വചനം, ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ. തീർച്ചയായും വിത്തിനെയും ധാന്യത്തെയും പിളർത്തുന്നത് റബ്ബാണ്. ഒരു വിത്ത് മുളക്കണമെങ്കിൽ അവിടെ 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, അതിൻ്റെ ബീജപത്രം, അതിൻ്റെ പുറത്ത് ഉറപ്പുള്ള ഒരു ആവരണമുണ്ട്. ആ ആവരണം പൊട്ടണം. അത് പൊട്ടാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ജലം അകത്ത് പ്രവേശിക്കുന്നതിലൂടെയാണ്, വിത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിലൂടെയാണ്. പക്ഷെ വിത്തിനുള്ളിലേക്ക് എങ്ങനെ ജലം പ്രവേശിക്കും? അതിന് അതിൻ്റെ സാന്ദ്രതയിലുള്ള വ്യത്യാസം മൂലം ഉണ്ടാകുന്ന പ്രത്യേകമായ ബലം അള്ളാഹു സംവിധാനിച്ചു വെച്ചു. അങ്ങനെ വിത്തിനുള്ളിലേക്ക് ജലം പ്രവേശിക്കുമ്പോൾ അതിനുള്ളിൽ രൂപപ്പെടുന്ന മർദ്ദത്തിലൂടെ അതിൻ്റെ കഞ്ചുകം, അതിൻ്റെ ആവരണം പൊട്ടുന്നു. പൊട്ടിയിട്ട് ആദ്യം മേലോട്ട് വരുന്നത് ഏതാണ്? അതിൻ്റെ ബീജശീർഷമാണ്, വേരായിത്തീരുന്ന ഭാഗമാണ്. അത് വളർന്ന് മേലോട്ട് വളർന്ന് ശേഷം അതിൻ്റെ ബീജപത്രങ്ങൾ അഥവാ ഇലയായി മാറുന്ന ഭാഗം മേലോട്ട് വളരുകയാണ്. അവിടെ ഉറപ്പുള്ള ഭൂമിയെ തള്ളി മാറ്റണം. കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടൻ്റെ ചലന നിയമം. ആ ചലന നിയമം അനുസരിച്ച് ഒരു ചലനം നടക്കണമെങ്കിൽ ഒരു ഫോഴ്സ് വേണം, ഒരു ബലം വേണം.
നിങ്ങളിരിക്കുന്ന കസേര ഒന്നെടുത്ത് മുന്നിലേക്ക് നീക്കണമെങ്കിൽ നിങ്ങൾ ബലം പ്രയോഗിക്കണം, ചലനം സംഭവിക്കണമെങ്കിൽ ബലം പ്രയോഗിക്കണം. പക്ഷേ ഉറപ്പുള്ള ഭൂമിയെ, കിലോമീറ്ററുകൾക്ക് നീണ്ടുകിടക്കുന്ന ഈ ഭൂമിയെ പിളർത്തി രണ്ടു ഭാഗത്തേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ ഒരു വിത്തിന് മുളച്ച് മേലോട്ട് പൊന്താൻ കഴിയുള്ളൂ. ഈ ബലം എവിടെ നിന്ന് വരുന്നതാണ്? ഫാലിഖുൽ ഹബ്ബി വന്നവ, വിത്തിനെയും ധാന്യത്തെയും പിളർത്തുന്നവനാണ് അവൻ. എന്നിട്ട് എന്തിനു വേണ്ടി ഇതൊക്കെ പറയുന്നത്? സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയല്ല. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വമുഖ്രിജുൽ മയ്യിതി മിനൽ ഹയ്യ. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നവനാണ് റബ്ബ്. ജീവൻ ഒരത്ഭുതമാണ്. നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, പക്ഷേ അനുഭവിക്കാൻ, അറിയാൻ സാധിക്കും. ഒരു മനുഷ്യൻ അപകടത്തിൽ പറ്റിയാൽ ആശുപത്രിയിലേക്ക് ആളുകൾ കൊണ്ടുപോകും. അവൻ്റെ പേര് വിളിച്ചിട്ടാണ് സംബോധന ചെയ്യുക. അവിടെ എത്തി ICUവിൽ പ്രവേശിപ്പിച്ചു. സെക്കൻഡുകൾക്ക് ശേഷം ഡോക്ടർ വന്നിട്ട് പറയാണ് എന്ത് ചെയ്യും, കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ആ പേരല്ല വിളിക്കുന്നത്, ഡെഡ് ബോഡി എന്ന, മയ്യത്തെന്ന. അവിടെ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതാണ് റൂഹ് എന്ന് പറയുന്നത്. അത് നമുക്ക് കാണാൻ, നേർക്ക് നേരെ കാണാൻ കഴിയില്ലെങ്കിലും അതൊരു സത്യമാണ്. ആ ജീവൻ എന്ന പ്രതിഭാസം, റൂഹ് എന്ന പ്രതിഭാസം, അത് അള്ളാഹുവിൻ്റെ പക്കലുള്ളതാണെന്നാണ്. അതിനെക്കുറിച്ച് യസ്അലൂനക അനിർ റൂഹ്, മദീനയിലുണ്ടായിരുന്ന ജൂതന്മാര് പ്രവാചകനെ പരീക്ഷിക്കാൻ വേണ്ടി റൂഹിനെ മുന്നിൽ വെച്ചുകൊണ്ട് സംശയം ഉന്നയിച്ചപ്പോൾ അത് നിന്റെ റബ്ബിൻ്റെ അടുക്കലുള്ള കാര്യമാണെന്ന് പറഞ്ഞു കൊടുക്കാനാണ് അള്ളാഹു മറുപടി നൽകിയിട്ടുള്ളത്. ജീവൻ ഒരത്ഭുത പ്രതിഭാസമാണ്. ആ ജീവനെ ജീവനില്ലാത്തതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരാനും സാധിക്കുന്നവൻ അവനാണ് നിങ്ങളുടെ റബ്ബ്. ഫഅന്നാ തുഫകൂൻ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത് എന്നാണ് പടച്ചതമ്പുരാൻ ചോദിക്കുന്നത്. അപ്പോൾ വമാ അൻസലല്ലാഹു മിനസ് സമാഇ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ. ഉപരിലോകത്തു നിന്ന് വർഷിക്കപ്പെടുന്ന മഴയും അത് സ്വീകരിച്ച് വളരുന്ന ചെടികളും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ. വ്യത്യസ്തങ്ങളായ ജന്തുജാലങ്ങളെ ഈ ഭൂമിയിൽ നാം വിഹരിക്കാൻ അനുവദിക്കുകയും ചെയ്തു. പിന്നെ വതസ്രീഫിർ റിയാഹ്, കാറ്റിൻ്റെ ചലനം, വസ്സഹാബിൽ മുസഖരി ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ നിയന്ത്രിതമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന മേഘങ്ങളുടെ സഞ്ചാരം. ഇതിലെല്ലാം ലആയാത്തിൽ ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ വചനവും ആയത്താണ്, ദൃഷ്ടാന്തമാണ്. അതിലെന്തെങ്കിലും ഒന്ന്, കാലം എത്ര മുന്നോട്ട് പോയാലും വാക്കിലെ പ്രയോഗം വരിക സാധ്യമല്ല. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ സക്കരിയ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വംറഅതി ആഖിറ, എൻ്റെ ഭാര്യ വന്ധ്യയാണ്, ഞാൻ വയസ്സിനായിട്ടുണ്ട്, എനിക്കെങ്ങനെയാണ് കുട്ടിയുണ്ടാകുക? ആഖിർ എന്നതിന് വന്ധ്യ എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു വാക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുഖൂർ ഔ യുസവ്വിജുഹും ദുക്റാന വ ഇനാസ വയജഅലു മൻ യശാഉ അഖീമാ. നാം ഉദ്ദേശിക്കുന്ന ആളുകളെ നാം വന്ധ്യരാക്കും. പക്ഷേ ആഖിറും അഖീമും തമ്മിൽ വ്യത്യാസമുണ്ട്. ആഖിർ എന്ന് പറഞ്ഞാൽ തൽസമയത്ത് കുട്ടിയില്ല എങ്കിൽ പോലും കുട്ടി ജനിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് ആഖിർ എന്ന് പറയുക. എന്നാൽ അഖീം എന്നത് ഭാഷാപരമായി ഇതിൻ്റെ അർത്ഥം ഗർഭാശയം പോലും ഇല്ലാത്ത സമ്പൂർണ്ണ വന്ധ്യതയാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത, സക്കരിയ അലൈഹിസ്സലാം നടത്തുന്ന പ്രാർത്ഥനയിൽ വംറഅതി ആഖിർ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇത് ആന്തരിക പരിശോധന ഒന്നും നടത്തിയിട്ടല്ല, വിശുദ്ധ ഖുർആനിലെ വചനാണ്. പിന്നീട് എന്താ നമ്മൾ കാണുന്നത്? ആ വാർദ്ധക്യത്തിലെത്തിയ ദമ്പതികൾക്ക്, അതുവരെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് അല്ലാഹു സന്താനത്തെ നൽകുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആനിലെ ഒരു പ്രയോഗത്തിൽ പോലും, ഒരു വാക്കിൽ പോലും അത്ഭുതം അടങ്ങിയിട്ടുണ്ട് എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ചിന്തനീയമായ ആയത്തുകൾ നിരവധിയുണ്ട്. ഇതൊന്നും മനുഷ്യനെ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയല്ല. ഖുർആനിലെ വചനങ്ങൾ മൊത്തത്തിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും,
ഖുർആൻ അതിലെ വചനങ്ങളിൽ 1/3 നീക്കിവെച്ചത് തൗഹീദ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ആകാശഭൂമികളെക്കുറിച്ച് പറയുന്നത്, വെള്ളത്തെക്കുറിച്ച് പറയുന്നത്, ചെടികളെക്കുറിച്ച് പറയുന്നത്, ജന്തുജാലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതെല്ലാം സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏകനായ ഒരൊറ്റ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് പ്രയാസങ്ങൾ അവൻ്റെ മുമ്പിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തൻ്റെ അടിമക്ക് അള്ളാഹു പോരേ എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് റബ്ബേ എനിക്ക് നീ മതി, ഹസ്ബി അല്ലാഹ് എന്ന് മനുഷ്യൻ മറുപടി പറയും. അതിനു വേണ്ടി അതൊക്കെ പറയുന്നത്, അല്ലാതെ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയല്ല. രണ്ടാമത്, വിശുദ്ധ ഖുർആൻ ഈ വിഷയങ്ങളൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടിയാ, പരലോകം ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. നിങ്ങൾ ഈ കാണുന്ന വെള്ളത്തെക്കുറിച്ച് പറഞ്ഞത് സത്യമാണെങ്കിൽ, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുവെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സത്യമെന്ന് ബോധ്യപ്പെട്ടുവെങ്കിൽ, അതിൻ്റെ തൊട്ടടുത്ത് പറയുന്ന കാര്യം മരണത്തിന് ശേഷം ഒരു ജീവിതത്തിനാണ്. അതിൽ നിങ്ങൾക്ക് സംശയം ആവശ്യം. ഉദാഹരണം സൂറത്ത് മുഅ്മിനൂൻ, അവിടെ വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ സുമ്മ ഖലഖ്നൽ നുത്ഫത അലഖതൻ ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ ഫഖലഖ്നൽ മുദ്ഗത ഇളാമൻ ഫകസൗനൽ ഇളാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാരകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, മനുഷ്യനെ നുതുഫയാക്കി ആരംഭഘട്ടത്തിൽ ഒട്ടിച്ചേർന്ന് ആ ഇന്ദ്രിയം തുള്ളി, ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അവനെ രൂപപ്പെടുത്തിയെടുത്തു. അവിടെയും ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലത്ത് 2 ധാരണയാണ് മനുഷ്യൻ്റെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് ലോകത്തുണ്ടായിരുന്നത്. ഒന്ന്, ഗ്രീക്ക് തത്വചിന്തകൻ മുന്നോട്ട് വച്ചിരുന്ന ഗ്രീക്ക് ഫിലോസഫിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന ധാരണയാണ്. ആ ധാരണ, ആർത്തവരക്തം കട്ട പിടിച്ചിട്ടാണ് കുഞ്ഞായി മാറുന്നത്. ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കുള്ള ഒരു രാസത്വരകമായി മാത്രമാണ് പുരുഷൻ പ്രവർത്തിക്കുന്നത് എന്നതാണ്. രണ്ടാമത്തെ ഒരു ധാരണ, പുംബീജം വളർന്നാണ് കുഞ്ഞായി മാറുന്നത്. ആ വളർച്ചയ്ക്കുള്ള ഇരിപ്പിടമാണ് സ്ത്രീയുടെ ഗർഭപാത്രം. ഈ 2 ധാരണകൾ നിലനിൽക്കുന്ന ഒരു ലോകത്തേക്ക് വന്നിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്റെയും സ്ത്രീയുടെയും ഇന്ദ്രിയത്തിൽ നിന്ന് എന്ന് വിശദീകരിക്കുന്നു വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. ഹല്ലതാലൽ ഇൻസാനി ഹൈനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുതുഫത്തിൻ അംശാജ്. മിൻ നുതുഫത്തിൻ അംശാജ്, സങ്കലിത ബീജത്തിൽ നിന്ന്. അപ്പോൾ പുരുഷന്റെയും സ്ത്രീയുടെയും ആ ബീജങ്ങൾ, ബീജവും അണ്ടവും ചേർന്നുണ്ടാകുന്ന സൈഗോട്ടാണ് കുഞ്ഞായി മാറുന്നത് എന്ന സമ്പൂർണമായ, ഞാൻ നേരത്തെ പറഞ്ഞ അക്വമായ ഒരു സത്യം, യാഥാർത്ഥ്യം മനുഷ്യരുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിനെ അലഖ് എന്ന് പരിചയപ്പെടുത്തുന്നു. ഗർഭാശയ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഒരു വസ്തു എന്ന അർത്ഥത്തിൽ. ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്തൊരു പ്രവാചകന്റെ വായിലൂടെയാണ് ഈ ആയത്തുകൾ ലോകം കേൾക്കുന്നത്. പിന്നീട് മുലഅത്ത് എന്ന് പരിചയപ്പെടുത്തുന്നു. മലഅ എന്നതിന് ചവക്കുക എന്നർത്ഥമുണ്ട്. മുലഅത്ത് എന്നതിൻ്റെ ഭാഷാപരമായ അർത്ഥം ചവക്കപ്പെട്ടത് എന്നതാണ്. ഡോക്ടർ മുഹമ്മദ് അലി അൽബാറും മോറിസ് ബുക്കായും ഒക്കെ അവരുടെ ഗ്രന്ഥത്തിൽ ഈ വാക്കിനെ മുന്നിൽ വെച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഒരപ്പം വായിൽ വെച്ച് കടിച്ചാൽ, എന്നിട്ടത് പുറത്തെടുത്താൽ അതിൻ്റെ ഘടന എന്താകുമോ അതാണ് ഏകദേശം 28 ദിവസമാകുമ്പോൾ ഒരു ഭ്രൂണത്തിൻ്റെ ഘടനയുണ്ടാവുക. അതുകൊണ്ട് മുലഅത്ത് എന്ന പ്രയോഗമാണ് ഏറ്റവും അനുയോജ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെ മാംസം കൊണ്ട് പൊതിഞ്ഞ് സമ്പൂർണമായ ഒരു കുഞ്ഞായി വളർത്തിക്കൊണ്ടുവരികയാണ്. ഈ ഭ്രൂണശാസ്ത്രം പറയാൻ വേണ്ടിയല്ല ഖുർആൻ ഇത് പഠിപ്പിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞതിലെ ഓരോ പ്രയോഗവും സത്യമാണ്. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ, പിന്നെ നിങ്ങൾ മരിക്കും. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, പിന്നെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ പുനർജനിപ്പിക്കപ്പെടും. അപ്പോൾ ഭ്രൂണശാസ്ത്ര സംബന്ധമായ ഒരു വിവരമില്ലാത്തൊരു ജനതയുടെ മുമ്പിലേക്ക് വന്നിട്ട് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയെക്കുറിച്ച്
അതിൻ്റെ ആവരണങ്ങളെക്കുറിച്ച് ഒക്കെ വളരെ കൃത്യമായൊരു ഗ്രന്ഥം പറയുന്നുവെങ്കിൽ 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അതിലൊരു വാക്കുപോലും തെറ്റാണെന്ന് പറയാൻ ലോകത്തൊരാൾക്കും സാധിക്കുന്നില്ല എങ്കിൽ അതിനുശേഷം പറഞ്ഞ പരലോകം ഉണ്ട് എന്നതിന് മനുഷ്യൻ എന്തിനു സംശയിക്കണം? അതുകൊണ്ട് ഈ പരലോകം ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ ഈ വിഷയങ്ങൾ പറയുന്നത് എന്നതാണ് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് പരലോകത്തെ നിഷേധിക്കാൻ വേണ്ടി ശ്രമിച്ച ശത്രുക്കളിൽ ഒരാൾ ദ്രവിച്ച എല്ല് കയ്യിൽ പിടിച്ചിട്ട് അതിനെ പൊടിച്ച് ധൂളിയാക്കി ഊതി പറപ്പിച്ചു വിട്ടുകൊണ്ടാ ചോദിച്ചത്, മുഹമ്മദ് എന്തൊരു വിഡ്ഢിത്തം, ഈ ദ്രവിച്ച എല്ലുകളെ വീണ്ടും പുനർജനിപ്പിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? അള്ളാഹു മലക്കിനെ അയച്ചിട്ട് മറുപടി നൽകി, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ ദ്രവിച്ച എല്ലുകളെ നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്? അവൻ്റെ വിരലഗ്രങ്ങളെപ്പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണെന്ന് നാം എന്നിരിക്കെ വിരലഗ്രം ഒരത്ഭുതമാണ്. ഇത് 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ശാസ്ത്രലോകം ഇത് കണ്ടെത്തിയത്, വിരലറ്റത്തെ അത്ഭുതം. അതുകൊണ്ട് ഇന്ന് ക്രിമിനോളജിയിൽ കുറ്റാന്വേഷണ രംഗത്ത് 100% സ്വീകരിക്കപ്പെടുന്ന തെളിവാണ്. നമുക്കറിയാം, നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾ 5 സെൻറ്റ് 10 സെൻറ്റ് ഭൂമി വാങ്ങിയാൽ സർക്കാർ ഓഫീസിൽ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് എല്ലാ പേപ്പറിലും ഒപ്പിട്ടാൽ അവസാനം പറയും ഇടത് കൈയുടെ തള്ളവിരലൊന്ന് തരണം, ഒരു തപ്പിപ്രഷം വേണം. ഏത് ഒപ്പുകളും ഡ്യൂപ്ലിക്കേറ്റ് ആക്കാം, പക്ഷേ കൃത്രിമത്വം സാധിക്കാത്ത അടയാളം വിരലടയാളം. എന്തുകൊണ്ടാണ്? അതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതമാണ്. അതും മില്ലിമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ സ്ഥലത്ത് ഈ വൈവിധ്യം സൃഷ്ടിക്കാൻ സാധിച്ച റബ്ബ്, അവന് നിങ്ങളെ വീണ്ടും പുനർജനിപ്പിക്കാൻ എന്ത് പ്രയാസം എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പോൾ ആ ആയത്തും എന്തിനു വേണ്ടിയാ? പരലോകമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. കുറച്ച് മുമ്പ് ഒരു സുഹൃത്ത് പറഞ്ഞു, ഖത്തറിൽ നിന്ന് ഒരു അറബി വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്തോ ചില കുഴപ്പങ്ങൾ അവിടെ വെച്ചുണ്ടാക്കി അവിടുന്ന് രക്ഷപ്പെട്ടു പോന്നു. ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞ ശേഷം എങ്ങനെ ഒരു വിസ സംഘടിപ്പിച്ച് അവിടെ ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ എയർപോർട്ടിൽ നിന്ന് പിടിക്കപ്പെട്ടു. എന്താ കാരണം? നേരത്തെ അവിടുത്തെ ഐഡൻറ്റിറ്റി കാർഡ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഐ ടെസ്റ്റ് നടത്തിയിരുന്നു. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ആധാർ കാർഡ് എടുക്കണമെങ്കിൽ പോലും പോയി ഫോട്ടോ എടുക്കണം. കാലിക്കറ്റ് എയർപോർട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ആ സീലടിക്കുന്നതിന് മുമ്പ് ക്യാമറയിലേക്ക് ഒന്ന് നോക്കാൻ പറയും. കാരണം കണ്ണ് ഇന്നൊരു ഐഡൻറ്റിറ്റി പ്രൂഫാണ്. കണ്ണ് മനുഷ്യൻ്റെത് ഒരു ഐഡൻറ്റിറ്റി പ്രൂഫാണ്. ആ കണ്ണിനെ സംവിധാനിച്ച നാഥൻ, ആ നാഥൻ നാളെ ഈ നഷ്ടപ്പെട്ട് കഴിയുന്ന മനുഷ്യൻ്റെ ശരീരത്തിലെ അവയവങ്ങൾക്കെല്ലാം പകരമുണ്ടാക്കാൻ സാധിക്കും. കൃഷ്ണമണിക്ക് ചുറ്റിലുള്ള രേഖകൾ സംവിധാനിക്കുന്ന നാഥന് ഒരു പ്രയാസമില്ല നാളെ അത് തിരിച്ചു കൊണ്ടുവരാൻ. ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ കാണുന്ന ഈ അത്ഭുതങ്ങളൊക്കെ അള്ളാഹു എടുത്തു പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? പടച്ചോനെ അറിയിച്ചു തരാനും റബ്ബിനെ ബോധ്യപ്പെടുത്താനും പരലോകത്തെ ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ്. നിരവധി വരുന്ന അനവധി വരുന്ന ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും ആയത്താണ്. സൂറത്തുർ റൂം അവതരിപ്പിക്കപ്പെട്ട സന്ദർഭം നമുക്കറിയാം. അന്ന് റോമും പേർഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്ന ഒരു സന്ദർഭമാണ്. റോമക്കാര് ക്രിസ്ത്യാനികളാണ്, പേർഷ്യക്കാര് ബഹുദൈവ വിശ്വാസികളാണ്. സ്വാഭാവികമായി ഈ യുദ്ധം നടന്ന സമയത്ത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ പേർഷ്യക്കാർക്ക് പിന്തുണ നൽകുന്നവരായിരുന്നു. മുസ്ലിങ്ങൾ അഹ്ലി കിതാബായ ക്രിസ്ത്യാനികളോട് ഇഷ്ടം കാണിച്ചവരാണ്. അതുകൊണ്ട് പ്രവാചകനും അനുയായികളും റോമക്കാരുമായി മാനസികമായ പിന്തുണ നൽകിയവരായിരുന്നു. അങ്ങനെ എന്തു ചെയ്തു? പേർഷ്യ യുദ്ധത്തിൽ വിജയിച്ചു. ആ സമയത്താണ് അള്ളാഹു ആയത്തിറക്കുന്നത്, എന്ന് പറഞ്ഞാൽ 3 മുതൽ 9 വരെയുള്ള എണ്ണത്തിനാണ് സാധാരണ പറയുക. ആ കാലത്തിനിടയിൽ റോം ജയിച്ചടക്കും, റോം വിജയിക്കും. ഇത് പറഞ്ഞ സന്ദർഭത്തിൽ റോം അമ്പെ പരാജയപ്പെട്ടിരിക്കുന്ന ഘട്ടമാണ്. പക്ഷേ തഫ്സീറുകളിൽ നമുക്ക് കാണാം 3-4 വർഷങ്ങൾക്കുള്ളിൽ റോം പേർഷ്യയെ അതിജയിച്ചു. എങ്ങനെ ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു മുൻകൂട്ടി? കാരണം അത് അള്ളാഹുവിൻ്റെ കലാമാണ്. തബ്ബത് യദാ അബീ ലഹബ്, അബൂലഹബിന്റെ 2 കരങ്ങളും നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അബൂലഹബിന്റെ ചെയ്തിയെ, അവന്റെ ഭാര്യയുടെ പ്രവർത്തനത്തെ ശപിച്ച അള്ളാഹുവിൻ്റെ വചനം. ആ ആയത്ത് കേട്ടിട്ടും അബൂലഹബിനൊന്ന് വിശ്വസിക്കാൻ തോന്നിയിട്ടില്ല. കാരണം പടച്ച തമ്പുരാന്റെ തീരുമാനം അങ്ങനെയാണ്.
വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു പ്രയോഗം കാലം കഴിഞ്ഞാൽ അത് ശരിയല്ലെന്ന് പറയാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഒരു അധ്യായത്തിന്റെ പേര് നമുക്കറിയാം, നഹൽ, തേനീച്ച എന്ന അധ്യായം. പഠിക്കേണ്ടുന്ന വിഷയമാണ്. ആസ്ട്രിയക്കാരനായ ഫ്രാങ്ക് ഫിഷ് എന്ന ശാസ്ത്രജ്ഞൻ 20 കൊല്ലം ഗവേഷണം നടത്തിയിട്ടുണ്ട് തേനീച്ചയെ കുറിച്ച് പഠിക്കാൻ. കൊച്ചു ജീവിയാണ്. ഒന്ന്, അതിൻ്റെ കോഡ് നിർമ്മാണം. നമുക്കറിയാം, ഹെക്സഗൺ, ഷഡ്ഭുജാകൃതിയിലാണ്, ഒരു ഗ്യാപ്പും ഇടയിൽ വരാത്ത രൂപത്തിലുള്ള പ്രത്യേക നിർമ്മാണ വൈദഗ്ധ്യം. 2, അതിൻ്റെ ഇണചേരൽ. അന്തരീക്ഷത്തിലേക്ക് കിലോമീറ്ററുകൾ മുകളിലേക്ക് പറന്നിട്ട് ഉയർന്ന അന്തരീക്ഷ തലത്തിൽ വെച്ചാണ് തേനീച്ചയുടെ ഇണചേരൽ നടക്കുന്നത്. 3, അതിൻ്റെ തേൻ ശേഖരണമാണ്. ഫ്രാങ്ക് ഫിഷിനെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ആ തേനീച്ച എങ്ങനെയാണ് തേൻ ശേഖരിക്കുന്നത്. നിങ്ങൾ ഈ കോഴിക്കോട്ട് താമസിക്കുന്ന ഒരാളാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തേനീച്ചയെ വളർത്തുകയാണെന്ന് സങ്കല്പിക്കുക. രാവിലെ ആയിരക്കണക്കിന് വരുന്ന ഈച്ചകൾ കൂട്ടുന്ന് പാറിപ്പോകും, പല ദിശയിൽ പോകും. അതിലൊരു ഈച്ച പാറിപ്പോയി നിലമ്പൂരിലെ വഴിക്കടവിലെ ഒരു റബ്ബർ എസ്റ്റേറ്റിലെത്തി. അപ്പോഴാണ് അവിടെ റബ്ബർ പൂത്തിരിക്കുന്നത് കാണുന്നത്. ആ റബ്ബർ എസ്റ്റേറ്റിലെ 100 കണക്കിന് മരങ്ങൾ പൂത്ത് തേനുണ്ട് എന്ന് കണ്ട കോഴിക്കോട്ടെ പെട്ടിയിൽ വളരുന്ന ഈച്ച പാറി തിരിച്ച് കോഴിക്കോട്ടേക്ക് വരും. തേന് ശേഖരിക്കില്ല, തിരിച്ചു വരും. എന്തിനു വേണ്ടിയാ? കൂട്ടിലുള്ള ആയിരക്കണക്കിന് ഈച്ചകൾക്ക് ഈ അറിവ് കൊടുക്കാൻ. അത് വന്നിട്ട് എന്താ ചെയ്യാം? അല്പസമയം കഴിഞ്ഞാൽ കാണാം, കോഴിക്കോട്ടെ തേനീച്ചക്കൂട്ടിലെ ആയിരക്കണക്കിന് ഈച്ചകൾ ആരും വഴി കാണിച്ചു കൊടുക്കാതെ നേരെ പാറും നിലമ്പൂരിലെ ആ റബ്ബർ എസ്റ്റേറ്റിലെത്തും. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? സ്വാമർ ഡാം 20 കൊല്ലം ഗവേഷണം നടത്തി കണ്ടെത്താൻ. നേരത്തെ പോയി തേൻ കണ്ടെത്തിയ ഈച്ച തിരിച്ചു വന്ന് കൂടിൻ്റെ മുമ്പിൽ വെച്ച് ഒരു പറക്കൽ നടത്തും. ആ പറക്കലിൻ്റെ ആകൃതി 8 എന്നെഴുതിയ ആകൃതിയാണ്. അതിന് അദ്ദേഹം സ്വാമർ ഡാം കൊടുത്ത ഫ്രാങ്ക് ഫിഷ് അതിന് നൽകിയിട്ടുള്ള വിശദീകരണം വാഗിൾ ഡാൻസ് എന്നാണ്. വാഗിൾ ഡാൻസ് നടത്തും. ആ വാഗിൾ ഡാൻസ് നോക്കിയിട്ടാണ് കൂട്ടിലുള്ള ബാക്കിയുള്ള ഈച്ചകൾ 2 കാര്യം തിരിച്ചറിയണം. ഒന്ന്, എങ്ങോട്ട് പോകണം, വടകര ഭാഗത്തേക്ക് പോകണോ, അറബിക്കടലിന് നേരെ പോകണം, ഇതൊന്നും അറിയില്ലല്ലോ ഈച്ചക്ക്. ദിശ നിർണ്ണയിക്കണം. 2, ദൂരം നിർണ്ണയിക്കണം, എത്ര ദൂരത്താണ് ഈ തേനുള്ളത്. കാരണം ഈ ഈച്ച കണ്ടെത്തിയ ഈച്ച പോകില്ല. അപ്പൊ എങ്ങനെ ഈ പറയുന്ന വാഗിൾ ഡാൻസ് നോക്കി അത് തീരുമാനിക്കും? അത് തീരുമാനിക്കുന്നത്, ഒന്ന്, ദൂരം തീരുമാനിക്കുന്നത് ആ പറക്കലിലെ ചുറ്റുകളുടെ എണ്ണം നോക്കിയിട്ടാണെന്നാണ്. സുബ്ഹാനല്ലാഹ്, കൃത്യമായ കണക്കുണ്ടെന്നാണ്. ഇത്ര ചുറ്റിന് ഇത്ര ദൂരം എന്നുള്ളതാണ്. 2, ഏത് ഡയറക്ഷനിൽ പോകണം അത് തീരുമാനിക്കുന്നത് ഈ ഈച്ച വാഗിൾ ഡാൻസ് നടത്തിയപ്പോഴുള്ള സൂര്യനുമായുള്ള ആംഗിൾ, കോണ് എത്ര നോക്കുന്നുണ്ട് നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് 2 നോക്കിയാൽ കൂട്ടിലുള്ള ഈച്ചകൾക്കറിയാം ഇത്ര ദൂരെ ഇന്ന ഡയറക്ഷൻ. അതിൽ വളരെ കൃത്യമായി ഈച്ചകൾ പോകും. നേരത്തെ കണ്ടെത്തിയ ഈച്ച കൂട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, ഒരു കൊച്ചു ജീവിയുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ സംവിധാനം. 2, ഈ പോകുന്നത്, ഈ പണിയെടുക്കുന്നതൊക്കെ ആരാണ്? പെണ്ണീച്ചയാണ്. അത് സ്വാമർ ഡാം 1876 കണ്ടെത്തിയ ഒരു കാര്യം. പെണ്ണീച്ച മാത്രമേ ഈ പണിയൊക്കെ എടുക്കുന്നുള്ളൂ. വിശുദ്ധ ഖുർആൻ ഇതൊന്നും പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഗ്രന്ഥമല്ല. പക്ഷെ ഒരു കൊച്ചു ജീവിയിൽ പോലും അള്ളാഹു സൃഷ്ടിപ്പിൽ നടത്തിയ അത്ഭുതങ്ങളെ റബ്ബിനെ ബോധ്യപ്പെടുത്താൻ, പരലോകത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു എടുത്തു പറയുന്നു. അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നഹൽ. ആ നഹലിൽ ഒരു വചനം, വഔഹാ റബ്ബുക ഇലൻ നഹൽ അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ. നിന്റെ റബ്ബാണ് തേനീച്ചക്ക് ഔഹ എന്നാണ് ഉപയോഗിച്ചത്. വഹി നൽകി, ബോധനം നൽകിയത്. അനിത്തഖിദി മിനൽ ജിബാലി ബുയൂത, പർവ്വതങ്ങളിൽ കൂടുണ്ടാക്കാൻ, വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ, മരങ്ങളിലും മനുഷ്യർ കെട്ടിയുണ്ടാക്കുന്ന വസ്തുക്കളിലൊക്കെ. സുമ്മ കുലീ മിൻ കുല്ലി സമറാത്തി ഫസ്ലുകി സുബുല റബ്ബികി ദുലുല, പിന്നെ എല്ലാ പഴങ്ങളിൽ നിന്നും ഭക്ഷിക്കാനും വ്യത്യസ്തങ്ങളായ വഴികളിൽ സഞ്ചരിക്കാൻ. അവിടെയൊക്കെ ഭാഷാപരമായി കുലി ഫസ്ലുകി സ്ത്രീയോടുള്ള സംബോധനയാണ്. കാലം മുന്നോട്ട് നീങ്ങി എവിടെയെങ്കിലും ഒരു വാക്കിലൊരു പിഴവാർക്കും ചൂണ്ടിക്കാണിക്കാനുള്ള പഴുതുപോലുമില്ല. കാരണം ഇത് റബ്ബുൽ ആലമീനായ റബ്ബിൻ്റെ കലാമാണ്.
ലോകത്തെ സംവിധാനിച്ച തെറ്റുപറ്റാത്ത ആദ്യവും അന്ത്യവും ഇല്ലാത്ത ഉറക്കവും മയക്കവും ഇല്ലാത്ത അള്ളാഹുവിൻ്റെ കലാമാണ്. എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന കാരുണ്യവാനായ റബ്ബ്, നമുക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ച റബ്ബ്, ആ സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടെത്താൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചെന്ന ഓരോ വചനവും അത്ഭുതമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുമ്പുള്ള ഒരു സംസാരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് ശാസ്ത്രലോകത്തിന് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ഇരുമ്പുമായി ബന്ധപ്പെട്ട അത്ഭുതം. വിശുദ്ധ ഖുർആനിലെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ഹദീദ് എന്നാണ്. ആ ഇരുമ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല, ഇരുമ്പിന്റെ മഹാത്മ്യത്തെക്കുറിച്ചോ അതേപോലെ അതിൻ്റെ മൂലകം എന്ന നിലക്കുള്ള രാസഭൗതിക ഗുണങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയല്ല, ആ ഒരു വസ്തുവിൻ്റെ അത്ഭുതം അതിനെക്കുറിച്ച് പറഞ്ഞിടത്തും അൻസൽനൽ ഹദീദ എന്ന പ്രയോഗം, അതിനെ നാം ഇറക്കി, ഉപരിലോകത്തിൽ താഴോട്ടിറക്കുന്ന ഒരു വസ്തുവിനാണ് അൻസല എന്ന് പ്രയോഗിക്കുക. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് പോയാൽ കിട്ടുന്ന ഒരു കാര്യമാണ് ഇരുമ്പ് എങ്ങനെ ഭൂമിയിലെത്തി, ഹൗ അയൺ റീച്ച്ഡ് ഇൻ ദ എർത്ത് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ വളരെ കൃത്യമായിട്ട് വരും. വാനലോകത്തെ നക്ഷത്രങ്ങളിൽ ഉണ്ടായിത്തീർന്ന കൂട്ടിയിടിക്കലുകൾ, നക്ഷത്രങ്ങളുടെ നാശം, അതിലൂടെയാണ് ഭൂമിയുടെ പ്രതലത്തിലേക്ക് ഇരുമ്പ് എത്തിച്ചേർന്നത്. അവിടെ ഉപരിഭാഗത്ത് നിന്ന് താഴോട്ട് ഇറക്കാൻ ഉപയോഗിക്കുന്ന വാക്കായ അൻസല എന്ന വാക്കാണ് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ പദങ്ങളിൽ പോലും അത്ഭുതം നിലനിൽക്കുന്നു. നമ്മുടെ മനസ്സുകളോട് സംസാരിക്കുന്നു. മനുഷ്യന്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരം ഫീഹി ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. മനസ്സിൽ ഇടങ്ങാറുണ്ടോ, ബേജാറുണ്ടോ? എന്താ പരിഹാരം? തിയേറ്ററുകളിലേക്ക് പോകലല്ല, തിന്മയുടേതായ മാർഗങ്ങളിൽ ഇടപഴകലല്ല, പിന്നെ റഹ്മാനായ റബ്ബിനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന. ആ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ സഞ്ചരിക്കുക. നേരെ അത് കാണാൻ ഓതാൻ കഴിയില്ലെങ്കിൽ ഇന്ന് ലഭ്യമായ ബ്രെയിൽ ലിപി പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഖുർആൻ പഠിക്കാനുള്ള ശ്രമങ്ങൾ, ആ പഠിച്ച ഖുർആൻ ജീവിതത്തിൽ പകർത്താനുള്ള താല്പര്യം, അതിലെ ആയത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന സന്തോഷം. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാനും പരലോകത്തെ ബോധ്യപ്പെടുത്താനാണ്. നമുക്ക് അള്ളാഹു ആയുസ് നൽകി, ജീവിത വിഭവങ്ങൾ നൽകി. കാഴ്ച പരിമിതി പോലും കുറേ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഈ ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അവിടെ അൽ ഉസ്ർ എന്നത് അലിഫ് ലാം ചേർത്താണ് ഉപയോഗിച്ചത്. അറബി ഭാഷാ നിയമം അനുസരിച്ച് ഒരു വാക്കിന്റെ കൂടെ അലിഫ് ലാം ചേർക്കുമ്പോൾ നക്കിറ മഅരിഫയാവുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിൽ ബോയ് എന്ന് പറയുന്നതും ദി ബോയ് എന്ന് പറയുന്നതും ദ എന്ന പ്രയോഗമാണ് അറബി ഭാഷയിലെ അലിഫ് ലാം എന്ന് പറയുന്നത്. മഅരിഫയാക്കുക എന്ന് പറയും. രണ്ടായത്തിൽ ഇന്ന മഅൽ ഉസ്രി യുസ്ര, രണ്ടായത്തിലും അൽ ഉസ്ർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ യുസ്ർ എന്നതിൻ്റെ കൂടെ അലിഫ് ലാം ചേർത്തിട്ടില്ല. അതിന് മുഫസ്സിറുകൾ നൽകുന്ന വിശദീകരണം, രണ്ട് ആയത്തുകളിലും പറഞ്ഞിരിക്കുന്ന ഉസ്ർ വ്യത്യസ്തമാണ്, എന്നാൽ അവിടെ പറഞ്ഞ യുസ്ർ ഒന്നാണ്. അഥവാ രണ്ട് ഉസ്റിന് ഒരു യുസ്ർ ഉണ്ടാകും. രണ്ട് പ്രയാസങ്ങൾക്ക് ഒരു എളുപ്പം, ഒരു പ്രയാസത്തിന് രണ്ട് എളുപ്പമുണ്ടാകും. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി, തീർച്ചയായും ആ രണ്ടായത്തിലും പറഞ്ഞ ഉസ്ർ ഒന്ന് തന്നെയാണ്, അലിഫ് ലാം ചേർത്തത് കൊണ്ട്. എന്നാൽ യുസ്ർ വ്യത്യസ്തമാണ്. ഒരു പ്രയാസത്തിന് അള്ളാഹു രണ്ട് എളുപ്പം നൽകും. അങ്ങനെയാണ്, ഒരു പ്രയാസത്തിന് അള്ളാഹു രണ്ട് എളുപ്പം നൽകും. അതുകൊണ്ട് ഒരു പ്രയാസം ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചാൽ രണ്ട് എളുപ്പങ്ങൾ കാരുണ്യവാനായ റബ്ബ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ്. ആ വിജയത്തിൽ ഏറ്റവും പ്രധാനമാണ് ഈ മഹത്തായ ഗ്രന്ഥം, ആ ഗ്രന്ഥവുമായുള്ള ബന്ധം, അത് ഓതുന്നതിലൂടെ കിട്ടുന്ന മാനസികമായ നിർവൃതി, ഓരോ അക്ഷരം കണക്ക് പ്രതിഫലം നൽകുന്നവനായ പടച്ചതമ്പുരാൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടുന്ന ആളുകളാണ്. വിശുദ്ധ ഖുർആനിലെ ഒറ്റ വചനം, ഏതാണ് സന്ദർഭം, അവതരിപ്പിക്കപ്പെട്ട സന്ദർഭം നമുക്കറിയാം. ഫിർഔനിന്റെ നാശവുമായി ബന്ധപ്പെട്ട് അവിടെ അള്ളാഹു പറഞ്ഞു, ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശഭൂമികൾ അവന് വേണ്ടി കരഞ്ഞില്ല. ഫിറൗനും കൂട്ടർക്കും വേണ്ടി ആകാശവും ഭൂമിയും
കരഞ്ഞില്ല. ഇന്ന് ചില ആളുകൾ ആ ആയത്തിനെ ഖുർആനിന്റെ സാഹിത്യ ഭംഗിയായിട്ട് എടുത്തു പറയാറുണ്ട്. ആകാശം കരയുമ്പോൾ മഴ പെയ്താലൊക്കെ പറയല്ലോ, അദ്ദേഹത്തിന്റെ മരണത്തിൽ പ്രകൃതി പോലും കണ്ണീർ വാർത്തു. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രയോഗമായിട്ട് ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശവും ഭൂമിയും ഫിർഔനും കൂട്ടർക്കും വേണ്ടി കരഞ്ഞില്ല എന്നാണ്. പക്ഷേ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്തിറങ്ങിയപ്പോൾ, അതായത് ഫിർഔനും കൂട്ടർക്കും വേണ്ടി ആകാശവും ഭൂമിയും കരഞ്ഞില്ല എന്ന ആയത്തിറങ്ങിയപ്പോൾ സഹാബത്ത് റസൂലിനോട് ചോദിച്ചു, ആകാശവും ഭൂമിയും ആർക്കെങ്കിലും വേണ്ടി കരയുമോ പ്രവാചകൻ? റസൂലുള്ളാഹി പറഞ്ഞു, കരയും. മുഅ്മിനിന് വേണ്ടി കരയും, കാഫിറിന് വേണ്ടി കരയില്ല. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലിന് കേട്ട കാര്യം വിശദീകരിക്കുകയാണ്. ആകാശ ലോകത്തിന് 2 കവാടങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യനുള്ള റിസ്ക് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന കവാടം. എനിക്കും നിങ്ങൾക്കും അള്ളാഹു കണക്കാക്കിയ റിസ്ക് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന കവാടം. രണ്ടാമത്തെ കവാടം നമ്മുടെ അമലുകളും ദിക്റുകളും റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന കവാടം. ഒരു മനുഷ്യൻ മരിച്ചാൽ മുഅ്മിനിന്റെ മരണസമയത്ത് അള്ളാഹു ഈ 2 കവാടങ്ങളും കൊട്ടിയടക്കും. അപ്പൊ എന്ത് ചെയ്യും? ആകാശവും ഭൂമിയും ഈ മുഅ്മിനിന് വേണ്ടി കരയും എന്നാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഹത്ത മുസല്ല, അവൻ നിസ്കരിച്ച മുസല്ല വരെ കരയുന്ന. ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ച നമ്മുടെ മുസല്ല, അത് നമ്മുടെ മയ്യത്തെടുത്ത അന്ന് മുതൽ വീട്ടിൽ അവിടെ ആ അലമാരയിൽ അവിടെ കിടക്കുകയാണ്. അതിൽ സുജൂദ് നടക്കുന്നില്ല. ആ മുസല്ല നമ്മളെ ഓർത്ത് കരയും. നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ട് ഓതിയ വിശുദ്ധ ഖുർആനിന്റെ കോപ്പി നമ്മുടെ മയ്യത്തെടുത്ത ദിവസം മുതൽ അവിടെ നിൽക്കുകയാണ്. ആ ഖുർആൻ നമുക്ക് വേണ്ടി കരയും. അതാണ് ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ്. ഫിറഔനും കൂട്ടരും അവർ നിഷേധികളായതുകൊണ്ട് ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞില്ല. എന്നാൽ ഒരു മുഅ്മിൻ മരിച്ചാൽ ആകാശവും ഭൂമിയും ആ മുഅ്മിനെ ഓർത്ത് കരയും. ആ സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്ത് ഖുർആനിന്റെ സാക്ഷ്യം ലഭിക്കുന്ന, സ്വത്തും സന്താനങ്ങളും ഉപകാരപ്പെടാത്ത ദിവസം ഖുർആനുമായി ബന്ധപ്പെട്ടു എന്ന കാരണത്താൽ അള്ളാഹുവിന്റെ കലാം ഖുർആനിന്റെ സാക്ഷ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാൻ. വസല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന് വിനയപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.